ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് കരുതി. മദ്രസ വിട്ട് കുട്ടികൾ വന്നപാടെ തന്നെ ഇക്ക പറഞ്ഞു, വാ നമുക്ക് കുറച്ച് പുറത്ത് പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്കയും കുട്ടികളും പുറത്തിറങ്ങിയ സമയമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയിലക്കറിയും മുട്ടയപ്പം എന്നാൽ നമ്മളിവിടെ പറയാം, നിങ്ങൾ അവിടേക്ക് എന്താ പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യും. പിന്നെ അയില പൊരിച്ചതും ഉണ്ടായത്. ഞാനിങ്ങനെയാണ് കേട്ടോ അയില കറി വെക്കൽ. എൻ്റെ ഇക്കാൻ്റെ പെങ്ങളൊക്കെ ഇങ്ങനെയൊന്നല്ല കറി വെക്കുന്നത്. തക്കാളിയും പച്ചമുളകും ഉപ്പും പുളിയും മുളകും എല്ലാം ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തക്കാളിയൊക്കെ ഞെരടിയിട്ടാണ് വേറൊരു കറിപ്പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അത് തിളപ്പിക്കുക ചെയ്യുക. ഞാനെല്ലാം വാട്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് ഉപ്പും മുളകൊക്കെ ഇടൽ. ഓരോരാൾ ഓരോ രീതിയിലല്ലേ കറി വെക്കുന്നത്. എൻ്റെ കറിക്ക് ഇതുവരെ മോശം പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും പല രീതിയിൽ പല ആൾക്കാരും പല രീതിയിൽ തന്നെയാണ് കറി വെക്കുന്നത്. ഞാൻ ആദ്യം പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് ഉലുവയിട്ട് പിന്നെ തക്കാളി പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനിടയിൽ പുളിയും ഇടുവേ. അതിനെ ഇതാ പുളിയും ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അത് തിളച്ച് വരുമ്പോഴും മുളകും മല്ലിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അത് നല്ലോണം തിളച്ച് വരണം. മുളകിൻ്റെ കുത്തില്ലേ അത് മാറുന്ന വരെ അത് തിളച്ച് വന്നു കഴിഞ്ഞാൽ മീനെടുത്തിടും. പിന്നെ മുട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു മുട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കാം. ഞാൻ ഒരുവിധമൊക്കെ പഠിച്ചത് എൻ്റെ പെങ്ങൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയപ്പോഴേ, അങ്ങനെ ഇക്കാൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടുന്ന് പഠിച്ചതാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് എനിക്ക് പെങ്ങളായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരുവിധമൊക്കെ ഞാൻ അവിടുന്ന് പഠിച്ചിട്ടുണ്ടായത്. വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരും അങ്ങനെ പഠിക്കുകയൊന്നും ചെയ്യില്ലല്ലോ. ഉമ്മ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നുള്ള ഇതിൽ അനങ്ങാണ്ടിരിക്കുകയല്ലേ ചെയ്യുക. ഉമ്മാനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതല്ലാണ്ട് ഇങ്ങനെ കുക്കിങ്ങിൻ്റെ കാര്യമൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഇക്കയും കുട്ടികളൊക്കെ കൂടിയിട്ട് മൂവി കാണുന്നുണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ മൂവി കാണുന്നത് തീരെ ഇഷ്ടമല്ല, ഞാൻ അവിടെ ഇരിക്കലില്ല. അതിന് ശേഷം പിന്നെ ഇക്കാക്ക് എവിടെയോ ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇക്ക പുറത്ത് പോയ സമയത്ത് ഞാൻ പറഞ്ഞു കുട്ടികളുടെ അടുത്ത്, എന്നാൽ പിന്നെ ചോറ് ഉണ്ടാക്കണോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അപ്പം തന്നെ ഒരുപാട് ബാക്കിയുണ്ട്. എൻ്റെ കുട്ടികളെന്ന് വെച്ചാൽ ചോറ് കഴിക്കുകയില്ല. വീട്ടിലുണ്ടാക്കുമ്പോഴേ അതും വാരിക്കൊടുക്കണം, വായിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചോറിനെ കഴിക്കും, അല്ലെങ്കിൽ അതും കൂടെ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ തട്ടുകട സ്റ്റൈലിൽ ഒരു അപ്പം മുറിച്ചിട്ടിട്ട് അതിൽ മുട്ടയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് ആക്കി കൊടുത്തത്. അതും കണക്കിന് അതും കൂടുതലൊന്നും കഴിച്ചിട്ടൊന്നുമില്ല കുട്ടികൾ. ഞാൻ ഇതുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ബുൾസൈ ഉണ്ടാക്കി തന്നാൽ മതിയെന്ന്. അങ്ങനെ ബുൾസൈയും ഇതിൻ്റെ മേലിൽ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ബുൾസൈ ഉണ്ടാക്കുമ്പോൾ തന്നെ ഓൻ പറഞ്ഞിട്ടുണ്ടായി, എൻ്റെ മുട്ടേൻ്റെ മഞ്ഞക്കരു പൊട്ടിക്കരുത്. എപ്പോഴും ബുൾസൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോഴും എൻ്റെ ഇന്നും മഞ്ഞക്കരു പൊട്ടലുണ്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത്. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അപ്പുറത്ത് അടിയും പിടിയൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിൽ അതും കൂടെ പോയി നോക്കണം. അവരെ സമാധാനിപ്പിച്ച് അവിടെ അടങ്ങി ഇരുത്തിയിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലോട്ടേക്ക് വന്നിട്ട് ഇതിൻ്റെ ബാക്കി ചെയ്യുന്നത്. ലോങ് വീഡിയോ എടുക്കാൻ എനിക്കറിയാത്തതുകൊണ്ടല്ല, എനിക്ക് ടൈം കിട്ടലില്ല. എന്ന് വെച്ചാൽ കുട്ടികളെ നോക്കണം, വീട് നോക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, ഇതൊക്കെ ചെയ്ത് കയറുമ്പം തന്നെ ഒരുപാട് സമയമാവുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പം മാക്സിമം ഷോർട്ട് വീഡിയോസ് എടുക്കാമെന്ന് കരുതിയിട്ടാണ് പിന്നെ ഞാൻ ഷോർട്ടിലേക്ക് ഇറങ്ങിയത്. പിന്നെ ലോങ് വീഡിയോ ചെയ്യാത്തത് കൊണ്ടൊരു എന്തോ പോലെ തോന്നിയിട്ടാണ് പിന്നെ ലോങ് വീഡിയോ ഒന്ന് എടുക്കാമെന്ന് കരുതിയത്. അങ്ങനെ അപ്പമൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ ചായ ഉണ്ടാക്കി. ചായ അവർ പാലും ചായ കുടിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ കട്ടൻ ചായ കൊടുക്കുക, അല്ലെങ്കിൽ ഹോർലിക്സ് അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ കുടിക്കും. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിക്കാൻ നോക്കിയിട്ട് ഇവർ എങ്ങനെയും വരുന്നില്ല. മൂവി കണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഒരുപാട് പറഞ്ഞു, വിശക്കുന്നില്ലേ വന്ന് കഴിക്ക്, എവിടെ കേൾക്കാൻ. അങ്ങനെ അവസാനം ഓരോരാളായിട്ട് ഇങ്ങനെയോ വന്നിട്ട് കഴിച്ച്. ഇക്കയും കുട്ടികളും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാനിരുന്ന കുട്ടികൾ വേഗം എണീറ്റ് പോക്കാമെന്ന് വെച്ചാൽ ഇക്ക ഇനിയും ഫുഡ് ഇട്ട് കൊടുക്കുമെന്നുള്ള പേടിയിൽ. അങ്ങനെ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ഒരു പാർക്ക് ഉണ്ടായിരുന്നു നമ്മൾ അടുത്ത് തന്നെ ആയിട്ട്, വെള്ളിക്കൽ പാർക്ക് എന്ന് പറയുക. അവിടെ നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇതുവരെ പോയിട്ടുണ്ടായില്ല, അതിന് മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അവിടെയൊക്കെ പോയി. അപ്പം ഇക്ക പുറത്ത് പോയിട്ട് പിന്നെ വന്നിട്ടില്ല. രാത്രിയിലായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും കുട്ടികളൊക്കെ പറയാൻ തുടങ്ങി, ഇതുവരെ എവിടെയും പോയിട്ടില്ല, നമുക്ക് എവിടെയെങ്കിലും പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ കുട്ടികളെയും കൂട്ടിയിട്ട് ഇറങ്ങിയതാണ്. അവിടുന്ന് ചായയും കുടിച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്നാക്സും കഴിച്ച് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് കുട്ടികളെ കുറച്ച് സന്തോഷിപ്പിച്ചിട്ട് അവിടുന്ന് പിന്നെ വീട്ടിലേക്ക് വരുന്ന വഴി മോൻ പറഞ്ഞു, ഉമ്മ എനിക്കൊന്ന് ഷോപ്പിൽ കയറണം, ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറണം. അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു നിയർ ബൈ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അപ്പം അവിടെ സ്കൂട്ടി വെച്ചിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് നോക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്കെല്ലാം എടുക്കേണ്ട സാധനങ്ങൾ തന്നെയാണുള്ളത്. ഞാൻ പറഞ്ഞു കുട്ടികളോട്, മതി മതി ഇനി ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികളെ കൂട്ടിയിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങിയത്. പലതും കയ്യിലേക്ക് പിടിക്കുന്നുണ്ടായി. ഞാൻ ഓരോന്ന് നോക്കിയിട്ടെല്ലാം അവിടെ തന്നെ വാങ്ങി വാങ്ങി വെച്ച്. ഞാൻ പറഞ്ഞു ഇതൊന്നും ശരിയാവില്ല. സ്ലൈമൊക്കെ എടുക്കുന്നത്, സ്ലൈം ഒരുപാട് തവണ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായി. അത് പിന്നെയും വന്നിട്ട് വീട്ടിൽ സോഫയിലൊക്കെ ആക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായില്ല. പിന്നെ ഒരു സുനാമി വാങ്ങിയിട്ടുണ്ടായി ചോക്കോസിൻ്റെ, അത് കഴിച്ചു.